നമ്മളിന്ന് കോഴിമുട്ട വെച്ചിട്ട് കിളിക്കൂട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. എല്ലാവരും വീട്ടിലും കാടമുട്ട ഉണ്ടായിക്കോളണമെന്നൊന്നുമില്ല. കാടമുട്ട ഒരു ബോക്സ് വരുന്നത് 150 170 രൂപയ്ക്കാണ്. ഇതാവുമ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. കോഴിമുട്ട ഇതേ രൂപത്തിൽ സെൻറ്റർ കട്ട് ചെയ്യുക. രണ്ട് ഭാഗത്തും അതിൻ്റെ മഞ്ഞ ഉണ്ടാവണേ. ഇതിന് ശേഷം കുറച്ച് സേമി മാറ്റി വെക്കുക. സേമി നിങ്ങൾക്ക് ഇത്തിരി പൊടിച്ചതാവാം, നമ്മൾ പൊടിക്കാത്ത രൂപത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് ശേഷം കിഴങ്ങ് നല്ലോണം വേവിച്ചെടുക്കുക. തൊലി കളഞ്ഞിട്ട് വേവിച്ചെടുത്തിട്ട് നമ്മുടെ പിച്ചി പറിച്ച ചിക്കൻ മസാല കൂടിയിട്ടൊന്ന് ചെറുങ്ങനെ എന്താ പറയുക മസാല കൂട്ടിയെടുക്കുക. ഇതിന് ശേഷം കോഴിമുട്ടയുടെ വെള്ളം ഉണ്ട് കേട്ടോ, ഇതേ രൂപത്തിൽ കൈൻ്റെ പത്തിയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ്സാക്കി അമർത്തി വെക്കുക. എന്നിട്ട് ഇതാ ഒരു കോഴിമുട്ട എടുത്തിട്ട് ആദ്യം വെക്കുക. എന്നതിന് ശേഷം കുറച്ചുകൂടെ മസാല വെക്കുക. ഇതേ രൂപത്തിൽ കവറാവാൻ ഇത്തിരി ഇതുണ്ടാവും, എന്നാലും നമ്മളത് കവറാക്കി എടുക്കുക. ഈ രൂപത്തിൽ ഇങ്ങനെ ഉരുട്ടിയിട്ട് എടുക്കാം. ഫുൾ കവറിങ് ആയി. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ, അടിപൊളി വലിയ കിളിക്കൂടാണ്. ഇതിന് ശേഷം ആ മുട്ടയിൽ ഒന്ന് മുക്കിയെടുക്കുക. സേമി ഒന്ന് മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കുക. എന്നതിന് ശേഷം നല്ലോണം ഒന്ന് സേമിയിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടി എടുക്കുക. അതേ രൂപത്തിൽ കൈൻ്റെ പത്തിയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇത് ആ മാവിലൊന്ന് സേമി ഈ നല്ലോണം എന്താ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ രൂപത്തിലാക്കിയെടുക്കുക. എന്നതിന് ശേഷം നമുക്ക് മാറ്റി വെക്കുക. ഇതേ രൂപത്തിൽ മാറ്റി വെക്കാം. ഇത് ഫുൾ കവറായിട്ടുണ്ട്. നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് കവറിങ് ഫുൾ സേമി കവറിങ് ആയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എല്ലാതും ഇതേ രൂപത്തിൽ ബോളാക്കി മാറ്റി വെക്കുക. പെട്ടെന്ന് നമ്മുടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എല്ലാതും ബോളാക്കി മാറ്റി വെക്കുക. അതേ രൂപത്തിൽ ബോളാക്കി മാറ്റി വെക്കുക. ഞങ്ങൾ ഓർഡറിനുള്ള കാടമുട്ടയിലാണ് ചെയ്യുന്നത്. ഇത് നമുക്കിപ്പോൾ കോഴിമുട്ടയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കിയതാണ്. എന്നതിന് ശേഷം മുമ്പൊക്കെ പറഞ്ഞതുപോലെ മോമോസ് ഉണ്ടാക്കിയതും കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന രൂപത്തിൽ നമ്മൾ നെറ്റിൽ വെക്കുക. എണ്ണ ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ എണ്ണയിൽ കാത്തി വെച്ച് വെക്കുക. ഒരു നല്ലോണം അത്യാവശ്യം ചൂട് വേണം കേട്ടോ എണ്ണ. എന്നതിന് ശേഷം ചെറുങ്ങനെ ഒന്ന് പൊക്കി കൊടുക്കുക. ചൂടായി റെഡിയായി അതിന് ഈ ബ്രൗൺ കളർ കണ്ടു കഴിഞ്ഞാൽ ടോട്ടലി ബ്രൗൺ കളറിലേക്ക് വരും. അപ്പോൾ നമുക്ക് പൊക്കിക്കോളാം. ഇതേ രൂപത്തിൽ ഒന്നും സംഭവിക്കില്ല. താഴെ വിടാൻ വരെ എന്താ പറയുക, ഒന്നും സംഭവിക്കില്ല. നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം. കണ്ടില്ലേ, ഇത് നോമ്പ് കഴിഞ്ഞപ്പോൾ ഒന്ന് കഴിച്ച് നോക്കിയതാണ്. ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.